ഹലോ ഓൾ, ക്ലാസ് 9 കുട്ടികൾക്ക് വേണ്ടി എക്സ് ലേണിംഗ് ചെയ്യുന്ന മിഷൻ ഒളിമ്പിയാഡ് എന്ന് പറഞ്ഞൊരു സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിലും നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു ഹയർ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സീരീസ് മുഴുവനായിട്ട് കാണണം ആൻഡ് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഫിസിക്സിലെ ഓൾറെഡി ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ നോക്കാം. സോ ഇത് ആക്ച്വലി ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള വീഡിയോ ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മിറർ ആണ് ഇവിടെ ഉള്ളത്. റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ആക്ച്വലി നിങ്ങൾ 7th-ലും 8th-ലുമാണ് ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം പഠിക്കുന്നത്. പക്ഷേ 9th-ൽ വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് മോസ്റ്റ്ലി 8th-ലെ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, അല്ലാതെ 9th മാത്രമല്ല ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എ റേ സ്ട്രൈക്സ് മിറർ എം at an angle of incidence 40 degree and is reflected away. It will hit the mirror n at an angle of incidence dash. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ 8th-ൽ പഠിച്ചിട്ടുള്ള റിഫ്ലക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വരും അല്ലേ? എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ് ആകെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, റൈറ്റ്? ഇതാണ് ലോ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ പക്ഷേ ഒരു മിറർ അല്ല, പകരം 2 മിറേഴ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈറ്റ് ഇതാ ഇൻസിഡൻറ്റ് റേ വരുന്നു, മിറർ എമ്മിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് എൻ എന്ന് പറയുന്ന സെക്കൻഡ് മിററിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഫൈനലി എക്സിറ്റ് ചെയ്യുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ നോക്കുക, ആദ്യം തന്നെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്ന മിററിൽ നമ്മുടെ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്. അതാണ് ഈ 40 ഡിഗ്രി. ഐ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എൻ എന്ന് പറയുന്ന സെക്കൻഡ് മിററിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് വേണ്ടത്. സോ ദിസ് ഈസ് ദി ആംഗിൾ ദാറ്റ് വി ഷുഡ് ഫൈൻഡ് ഔട്ട്. ഇതിന് ഞാൻ ഐ എൻ എന്ന് വിളിക്കുകയാണ്. എൻ എന്ന് പറയുന്ന മിററിലുള്ള ഇൻസിഡൻറ്റ് ആംഗിളിനെ ഐ എൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ആലോചിച്ച് നോക്കാം, നിങ്ങൾ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ, ദേ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഈ 2 ലോ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ ഇൻസിഡൻറ്റ് റേ അല്ലേ? ആൻഡ് നമ്മളിതാ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഈ ഒരു ഡോട്ടഡ് ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോർമൽ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പോകുന്ന ലൈറ്റ് റേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. ഇനി 40 ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിൾ എന്താണ്? ആക്ച്വലി ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം 40 ഡിഗ്രി തന്നെ കിട്ടണം. അതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. സോ ദി ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ഓഫ് മിറർ എം ഇസ് ആക്ച്വലി 40 ഡിഗ്രി. അപ്പോൾ ഇതും 40 ആണ്, ഇതും 40 ആണ്. പക്ഷെ നമുക്ക് ഇതാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല. നമുക്ക് വേണ്ടത് ഇറ്റ് വിൽ ഹിറ്റ് മിറർ എൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ എന്നിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഞാനതൊരു ഡിഫറെൻറ്റ് കളറിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ റെഡ് കളറിലുള്ള ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുക, എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്? നമുക്ക് ദൂരെ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരാളും കൂടെ അവൈലബിൾ ആണ് അല്ലേ? 60 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിളും കൂടെ തന്നിട്ടുണ്ട്. ആ ആംഗിൾ തന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഒരു ട്രയാങ്കിൾ എം എൻ, ഞാൻ ഒ എന്ന് പേര് കൊടുക്കുകയാണ്. സോ എം എൻ ഒ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ അകത്തുള്ള ആംഗിൾസ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും, റൈറ്റ്? ഒരു ആംഗിൾ ഓൾറെഡി 60 ഡിഗ്രി ആണ്. ഇവിടെ നമുക്കിതാ ഒന്ന് 40 ആണ്, ഐ 40 ആണ്, ആർ 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതാ ഈ ഒരു എം എൻ ഒ എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഓക്കെ, നമുക്ക് ആ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എം എൻ ഒ, ആ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ അകത്തുള്ള ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്രയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ഓക്കെ, വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം മിററിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് നോർമൽ അല്ലേ? അപ്പോൾ നോർമലും മിററും ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആ 90 ഡിഗ്രി ആംഗിളിൽ ഒരു പാർട്ട് 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു ഇൻസൈഡ് പാർട്ടിലുള്ള ഈ ഒരു ഇൻസൈഡ് ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഒന്ന് 60 ഡിഗ്രി ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എം എൻ ഒ എന്ന് പറയുന്ന ട്രയാങ്കിളിലെ സെക്കൻഡ് ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. ടോട്ടൽ 3 ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒന്ന് 50യും ഒന്ന് 60 ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ സമ്മ് 110 ആയി അല്ലേ? ബാക്കി 180യിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് എത്രയാണ് ഉണ്ടാവുക? ഇത് 70 ഡിഗ്രിയാണ് ഉണ്ടായിരിക്കുക. ശരിയല്ലേ? 60 + 50 110, 110 + 70 180 ഡിഗ്രി ടോട്ടൽ. അപ്പോൾ ആ ആംഗിൾ കിട്ടിയാലുള്ള ഗുണം എന്താണ്? നമുക്കറിയാം രണ്ടാമത്തെ നോർമൽ, സെക്കൻഡ് മിററിലേക്കുള്ള നോർമൽ ഇതാ ഇവിടെ ഉണ്ട്. സെക്കൻഡ് മിററിലേക്കുള്ള നോർമലാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ നോർമൽ ലൈനും പെർപെൻഡിക്കുലർ ലൈനും മിററും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ എത്രയാണ്? യെസ്, ഈ ഒരു ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. യെസ്, ആ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിൽ ഓക്കെ റെഡി? അപ്പോൾ ആ ഒരു 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിലെ ഒരു പാർട്ട്, ഒരു ബിഗ് പാർട്ട് തന്നെ എത്രയാണെന്ന് കിട്ടി? 70 ഡിഗ്രി ആണെന്ന് നമ്മളിത് മനസ്സിലാക്കുകയാണ്. ഓക്കെ,
അത് ടോട്ടൽ എത്രയാണ് 70 ഡിഗ്രി ആണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി, റൈറ്റ്? അപ്പോൾ അത് 70 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. Therefore, IN is equal to, നമുക്കിവിടെ എഴുതാം IN is equal to എത്രയാണ്? ടോട്ടൽ 90 ഡിഗ്രി ആണ് ആംഗിൾ, അതിലൊരു ഭാഗം 70 ഡിഗ്രി ആണെന്ന് കിട്ടി. സോ 90 മൈനസ് 70, അതായത് 20 ഡിഗ്രി ആയിരിക്കും നമ്മുടെ N എന്ന് പറയുന്ന മിററിൽ ഈ നമ്മുടെ ലൈറ്റ് റേ ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ ആൻസർ. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി 20 ഡിഗ്രി ആയിരിക്കും. ഇതേ 20 ഡിഗ്രി തന്നെയാണ് ഏത് ആംഗിളും വരിക? സെക്കൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും വരിക. സെക്കൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്ര തന്നെ ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് സ്റ്റക്ക് ആയേക്കാം. പക്ഷേ ഈ ട്രയാങ്കിളിൻ്റെ ജിയോമെട്രി നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അത് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് നമ്മൾ 20 ഡിഗ്രി എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ഈ ഒരു വീഡിയോസ്, ഈ ഒരു സീരീസിലുള്ള എല്ലാ സബ്ജക്റ്റിലെയും വീഡിയോ കാണുന്ന ആളുകൾ പ്രത്യേകം കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്ന് പറയണം. ഓക്കെ, ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ സ്കൂളിൻ്റെ കൂടെ തന്നെ ഹയർ ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ്, സ്കോളർഷിപ്പ് എക്സാമുകളൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എക്സ്റ്റൻഡ് ലേണിംഗ് നടത്തുന്ന ഫൗണ്ടേഷൻ കോഴ്സ്, സയൻസ് ആൻഡ് മാത്തിലെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്കിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കോഴ്സിൽ കംപ്ലീറ്റ് സ്കൂളിൻ്റെ കൂടെ തന്നെ ഓരോ ചാപ്റ്ററിലും നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ 9th അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് കാണാം. ഗുഡ് ബൈ.